നമസ്കാരം. നീണ്ട ഗ്യാപ്പിന് ശേഷം ഇന്ത്യൻ T20 ടീമിലേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് സ്റ്റാർ ബാറ്ററായിട്ടുള്ള ശ്രേയസ് അയ്യർ. പരിക്കേറ്റ തിലക് വർമ്മയ്ക്കും പകരമാണ് ആദ്യം 3 T20കൾക്കുള്ള ടീമിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പരിക്കു കാരണം പരമ്പര നഷ്ടമായ വാഷിംഗ്ടൺ സുന്ദറിന് പകരം രവി ബിഷ്ണോയും ടീമിൽ ഇടം ലഭിച്ചിട്ടുണ്ട്. അടുത്ത മാസം 7-ന് ആരംഭിക്കാനിരിക്കുന്ന ICC T20 ലോകകപ്പിന് മുൻപ് കിവികളുമായി 5 T20കളുടെ പരമ്പരയാണ് ഇന്ത്യ കൊമ്പുകോർക്കുക. ബുധനാഴ്ച ജനുവരി 21-ന് രാത്രി നാഗ്പൂരിൽ വെച്ച് പരമ്പരയുടെ ആദ്യ പോരാട്ടം നടക്കും. ഈ മത്സരത്തിനുള്ള ഇന്ത്യയുടെ ശക്തമായ പ്ലേയിങ് 11-ൽ ആർക്കെല്ലാം ഇടം ലഭിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ആദ്യ T20യിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികളായി മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണും ലോക 1-ാം നമ്പർ ബാറ്റർ അഭിഷേക് ശർമ്മയുമായിരിക്കും. വൈസ് ക്യാപ്റ്റൻ കൂടിയായ ശുഭ്മൻ ഗില്ലിനെ പുറത്താക്കി സഞ്ജുവിനെ വീണ്ടും ഓപ്പണിംഗിലേക്ക് തിരികെ വിളിക്കാനുള്ള തീരുമാനം തന്നെ മാസ്റ്റർ സ്ട്രോക്കായി മാറിയിരിക്കുകയാണെന്ന് കൂടി പറയാം. ഇനി ലോകകപ്പ് തീരുന്നത് വരെയെങ്കിലും ഓപ്പണിംഗിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം സേഫ് ആണെന്ന് കൂടി നമ്മൾ പറയേണ്ടി വരും. സഞ്ജു അഭിഷേക് ഓപ്പണിംഗ് ജോഡിക്ക് ശേഷം 3-ാം നമ്പറിൽ ഇറങ്ങുക നായകൻ സൂര്യകുമാർ യാദവ് തന്നെയായിരിക്കും. മോശം ഫോമിലൂടെ കടന്നു പോകുന്ന അദ്ദേഹം ഇവിടെ തന്നെ കളിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം 1 ഡൗണായി എത്തിയാൽ കൂടുതൽ ബോൾ നേരിടാനും അതുവഴി ബാറ്റിംഗിലെ താളം വീണ്ടെടുക്കാനും സ്കൈക്ക് സാധിക്കും എന്നതാണ് പറയേണ്ട കാര്യം. 2-3 50കൾക്ക് പരമ്പരയിൽ നേടാൻ കഴിഞ്ഞാൽ അത് ലോകകപ്പിൽ സൂര്യക്ക് നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതായിരിക്കുമെന്ന് കൂടി നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ട്. 4-ാമനായിട്ടാകും ശ്രേയസ് അയ്യർ ക്രീസിലേക്ക് എത്തുക. ഇതോടെ ഇന്ത്യയുടെ ടോപ്പ് ഫോറും സെറ്റായി കഴിഞ്ഞുവെന്ന് വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് ഈ പൊസിഷനിൽ തീർച്ചയായും ടീമിന് മുതൽക്കൂട്ടാകുമെന്ന് തന്നെ പറയണം. തിലക് വർമ്മയുടെ അഭാവത്തിൽ ആദ്യ 3 T20കളിൽ ലഭിക്കുന്ന അവസരം ശ്രേയസ് പരമാവധി മുതലാക്കാൻ ശ്രമിക്കുമെന്ന കാര്യവും ഉറപ്പു തന്നെയാണ്. അദ്ദേഹം T20 ടീമിലേക്ക് വന്നതോടെ 8ന്റെ പണി കിട്ടിയത് വെടിക്കറ്റ് ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഇഷാൻ കിഷന്റെ കയ്യിൽ തന്നെയാണ് എന്ന് പറയാം. കാരണം തിലക് പിന്മാറിയതോടെ തന്നെ പകരം ഇന്ത്യൻ 11ലേക്ക് തനിക്ക് അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അദ്ദേഹം കാതോർത്ത് കാത്തിരിക്കുകയാണ് എന്ന് വിശദീകരിക്കാം. പക്ഷേ ശ്രേയസിന്റെ വരവോടെ അത് അവസാനിച്ചിരിക്കുകയാണെന്ന് ഒറ്റവാക്കിൽ പറയാൻ സാധിക്കും. ഇനി പരമ്പരയിലെ ഒരു കളിയിൽ പോലും ഇഷാൻ അവസരം ലഭിക്കാനുള്ള സാധ്യതയില്ല എന്നുകൂടി പറയണം. 5-ാമനായി ക്രീസിലെത്തുന്നത് ഓൾറൗണ്ടർ ശിവം ദുബെ ആയിരിക്കും. കാരണം ഇന്ത്യക്ക് ടോപ്പ് 4-ൽ ഇടം കയ്യാൻ ബാറ്റർമാരില്ല. അതിനുശേഷം 6-ാമനായിട്ടാണ് സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യ ബാറ്റ് ചെയ്യുക. 7-ാമനായി ടീമിലെത്തുക ഇടം കയ്യൻ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ അക്ഷർ പട്ടേലായിരിക്കും. ഇതോടെ റിങ്കു സിംഗിന് ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും. തുടർന്നും ബൗളർമാരുടെ ഊഴമായിരിക്കും. സൂപ്പർ ജോഡികളായ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും ചേർന്ന് സ്പിൻ വിഭാഗം കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ ഭദ്രമാണെന്ന് പറയാം. ഈ പരമ്പരയിലും T20 ലോകകപ്പിലുമെല്ലാം 2 പേരെയും ഒരുമിച്ച് കളിപ്പിക്കാനാണ് ഇന്ത്യയുടെ പ്ലാൻ എന്നുകൂടി കരുതുന്നു എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നു.